ഉമ്മച്ചനെ വിടർത്തി ജോസിപ്പോഴും ഹൂത്തോമോയും ഒക്കെ പാടി നടക്കുന്നു. എന്താ പൊന്നെ കൊണ്ടായിസം കാണിക്കണോ? പൈസ കവറിൽ നിന്ന് എടുത്തായിരുന്നോ? ഞങ്ങളുടെ പാതിരിമാരെ പള്ളിയിൽ നിന്നും പറഞ്ഞു വിടുന്നതിനെ ഞങ്ങൾ വിടർത്തുക എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഓർത്തഡോക്സ് ഉമ്മച്ചനെ ഓർത്തഡോക്സ് സഭ വിടർത്തി പുതിയൊരു പള്ളിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആഭാസന്മാരായ പാതിരിപ്പാമ്പുകളെയോ ബിഷമ്പുകളെയോ കുപ്പായം പൂരിപ്പിക്കാനോ പുറത്താക്കാനോ ഇന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കത്തില്ല. കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പുറത്താക്കിയാൽ ഈ പാതിരിമാർ ഇവന്മാരുടെ മുകളിലുള്ള സകല എണ്ണത്തിൻ്റെയും സകല മ്ലേച്ഛതകളും വിളിച്ചു പറയും. അതുകൊണ്ട് പേടിച്ചിട്ട് ഇവന്മാരെ എന്ത് വില കൊടുത്തും ഈ നാറിയസഭ സംരക്ഷിക്കും. എന്നാൽ ഇവർക്കെതിരെ പരാതി പറയുന്ന വിശ്വാസികളെ സംഘം ചേർന്ന് ഒറ്റപ്പെടുത്തും. ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ തന്നെ പെട്ട 20 ഇടവക്കാർ മാത്രം ഉള്ള മലയങ്കേഴ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിലേക്കാണ് ഉമ്മച്ചനെ മാറ്റിയിരിക്കുന്നത്. കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ ഈ പള്ളിയിലെ വിശ്വാസികൾ ഉമ്മച്ചൻ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല, ഉമ്മച്ചനാണെങ്കിൽ ഭവനവേതനത്തിനും ഉമ്മവെപ്പിനും ഒക്കെ ആവശ്യത്തിന് സമയവും കിട്ടും എന്ന് കണക്കുകൂട്ടിയാണ് മലയങ്കീഴിലെ ഈ മലയിടുക്കിലേക്ക് ഉമ്മച്ചനെ ചവ അയക്കുന്നത്. ഉമ്മച്ചൻ വികാരിയായിരുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിൽപ്പെട്ട ആയൂർ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശ്വാസികൾ ഉമ്മച്ചനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇടമൺ ജോസ് എന്ന വർഗീസ് കോശിത്തുണ്ടത്തിലിനെ ഇടവക വികാരി എന്ന സ്ഥാനത്ത് നിന്നും നീക്കിയത്. പകരം തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി കൂടിയായ ഗീവർഗീസ് കണിയാന്ത്രയെ വികാരിയായും മാത്യു തങ്കച്ചനെ സഹവികാരിയായും നിയമിച്ചു. ഉടനെ തന്നെ ഫാൻസുകാർ പുതിയ വികാരിമാർക്ക് സ്വാഗതം ഏകിക്കൊണ്ട് പോസ്റ്റുകളും ഇറക്കി. തിരുവനന്തപുരത്ത് ഫ്ളാറ്റിൽ സ്വന്തമായി മദ്ബഹയൊക്കെയുള്ള പാതിരിയാണ് കണിയാന്ത്ര എന്നൊരു പ്രത്യേകതയുമുണ്ട്. ആവശ്യക്കാർക്ക് വീട്ടിൽ പോയാൽ പേഴ്സണലൈസ്ഡ് കുർബാനകളി കാണാം. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽപ്പെട്ട കിഴക്കൻ മലയോര മേഖലയിൽ ഒരേ സമയം 3 ഇടവകളുടെ ചുമതലയുള്ള യുവപാതിരിയുടെ അമ്മായിയമ്മയുമായി നടത്തിയ സല്ലാപങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഉമ്മച്ചന്റെ ചീട്ട് കീറിയത്. ഉദ്ദേശിച്ച ലക്ഷ്യം കാണാത്തതിനെ തുടർന്ന് KK എന്ന കാളക്കത്തനാരും കോട്ടപ്പുറം കുട്ടപ്പനും കൂടിയാണ് ഈ ശബ്ദ സന്ദേശം മാലോകർക്ക് ആദ്യം വിളമ്പിക്കൊടുത്തത്. അതുപോലെ അമേരിക്കയിലുള്ളവർ ജാഗ്രതയിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സെമിത്തേരി ബെന്നി എന്ന കോട്ടപ്പുറം കുട്ടപ്പൻ അമേരിക്കയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാണ് വിവരം. ആരുടെയൊക്കെയോ ആശ്രിതരായി പോയി താമസിക്കുവാൻ വീടില്ലാതെ ഓരോരുത്തരെയുമായി ഇദ്ദേഹം വിളിക്കുന്നുണ്ട് എന്നാണ് വിവരം. അമേരിക്കയിലെ പള്ളിപ്രാഞ്ചികളോട് പിരിവെടുത്ത് നടക്കുകയാണ് ഇയാൾ എന്നാണ് വിവരം. അമേരിക്കയിലുള്ളവർ ജാഗ്രതയിൽ. കോട്ടപ്പുറം കുട്ടപ്പൻ അവിടെയുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിലെ നിക്രമെത്രാനെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാണ് ആശാൻ അമേരിക്കയിൽ പോയത് എന്നാണ് വിവരം. അതുപോലെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽപ്പെട്ട ഭർത്താക്കന്മാരില്ലാത്ത അമ്മമ്മമാരെ രാത്രി ഹൂത്തോമ പാടി ഉറക്കുന്ന ജോസ് പാതിരിയുടെ ലീലാവിലാസങ്ങൾ പുറത്തു വന്നിട്ടും അയാളെ ഈ വൃത്തികെട്ട സഭ ആ പള്ളിയിൽ തന്നെ വീണ്ടും സേവനത്തിന് അവസരം കൊടുത്തു. KK ഇടനിലക്കാരനായി നിന്ന് മെത്രാന് ലക്ഷങ്ങൾ കൊടുത്താണ് ഈ കേസ് ഒതുക്കി തീർത്തത് എന്നാണ് വിവരം. ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ചെങ്ങമനാട് ആശ്രമത്തിലെ ഒരു സന്യാസി വൈദികനാണ് ഈ ജോസ് എന്നോർക്കണം. ഭർത്താക്കന്മാരില്ലാത്തവരുടെ വീട്ടിൽ പോയി ശാപ്പാടടിയും കൂതാശയുമാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. രാത്രി ഹൂത്തോമ പാടി ഉറക്കലും. മാറിയോ? വയ്യാഴിയൊക്കെ മാറിയോ? വ്യത്യാസമായി. മഴയുണ്ട്? ഇല്ല, ഇവിടെ മഴയായിരുന്നു. രാവിലെ നമ്മളുണ്ടോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മഴ പെയ്തു. ഇപ്പോഴും അങ്ങ് മൂടിക്കിടക്കുക. ആണോ? ആ പാചകക്കാരനുണ്ടോ? മറ്റേ അച്ഛനുണ്ടോ? പോയോ? പോയി. ആ നാളെ ഇങ്ങോട്ട് വരുന്നോ? ഞാനോ? അയ്യോ, ഇവിടെ ആളും പേരില്ല. എനിക്കെന്തോ തരുമെന്ന? എനിക്കെന്തോ തരുമെന്ന? എന്നെ തന്നെ അങ്ങ് തരുമല്ലേ? അയ്യോ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റത്തില്ല, അത് സമയത്ത് അല്ലാതെ പാടുമ്പോ തെറ്റ് വരുമല്ലേ? എന്നെ തന്നെ സന്നിധി നിദ്ര തെളിഞ്ഞെന്നുള്ളതാണ്. അതല്ലേ അടുത്ത വരി. കാഴ്ചയാണ്. നാളെ ഇനി പള്ളിയിൽ പോണല്ലോ. നാളല്ല, മറ്റന്നാ. അപ്പൊ ഇതുവഴി വന്ന തേങ്ങയുടെ കൊണ്ടുപോണേ. വരുവോ? വരാന്ന് പറഞ്ഞാ വേറെ തന്നെ തേങ്ങ തന്നുവിടാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നെ കാണണ്ട എനിക്കറിയാം. എന്താ ഇങ്ങനെ വെച്ചാ ഉള്ള കാര്യം.
ദൈവകോപം ഉണ്ടാവും. ഇല്ല, ദൈവകോപം. എൻ്റെ അടുത്ത് മോനിച്ച മെനഞ്ഞാന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുവാ, ആ കല്യാണത്തിന്റെ അന്ന് പള്ളിയിലോട്ട് വന്നപ്പോ ഞാൻ താഴേന്ന് ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ജോസച്ചനെ കണ്ടു. ജോസച്ചനെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ കണ്ടു ഞാൻ ചിരിച്ചെന്ന് എന്ന് ഞാൻ പറഞ്ഞേ. ആ ആ ഞാൻ പറഞ്ഞു, ഞാൻ മാസ്ക് വെച്ചിരിക്കുവായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ചിരിച്ച കാണുന്നേ. അന്നേരം പറ ജോസച്ച ജോസച്ചൻ അവിടെ നിന്ന് ആ ചെടിയുടെ ആ സൈഡിലില്ലെന്ന് ഞാൻ കണ്ടില്ലല്ലോ. ജോസച്ച അവിടെ നിന്ന് നമ്മളെ രണ്ടുകൂടെ കണ്ടിട്ടില്ലേ പോയി. ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ ജോസച്ചനെ കണ്ട അവിടെ ആരണ്ടൊക്കെ നിപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലല്ലോ. താഴേന്ന് വരുമ്പോ നിങ്ങളല്ലേ നേരെ പ്രതീക്ഷിച്ച് വെച്ചിരുന്നേ അവിടെ എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞു. ചിരിച്ചോണ്ട് കയറി വരണം. നല്ല ചെത്തായിട്ടാണല്ലോ. ഞാൻ ഒരു പള്ളിയിൽ എന്നാ ഞാൻ ചെത്താതെ വന്നിട്ടുള്ള എന്നും ഇങ്ങനെയല്ലേ വരുന്നെന്ന് ഞാൻ ചോദിച്ചു വരുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് ഇന്ന് അന്ന് വന്നതല്ലോ, നല്ല അടിപൊളിയായിട്ടാണല്ലോ അന്ന് വന്നതെന്ന്. എന്നോട് മാത്രം മിണ്ടാവും അല്ല, എന്നോട് മാത്രം മിണ്ടാവും മഴ. എല്ലാരോടും ബാക്കി ആരെന്തോ ചോദിച്ചാലും വർത്താനം പറയും. എന്നോട് മാത്രം ഒന്നും എഴുതാ ഞാൻ കയ്യിലിരിപ്പോണ്ടാന്ന് പറഞ്ഞു. നിക്കള്ളോ എന്നും വിളിക്കുന്ന തന്നെ, എന്നും. ഞാൻ ചിലപ്പോ എടുക്കത്തേ ഇല്ല ഞാൻ. ചില ദിവസം 3-4 പ്രാവശ്യം വിളിക്കും, എന്തോന്ന് ചോദിക്കും, അത്ര തന്നെ. എന്റെ അടുത്ത് പോകണുണ്ടെങ്കിൽ അവന് അവിടുത്തെ ഗൾഫിൽ നിങ്ങൾ വരണ്ടായിരുന്നു. അവിടെ കിടന്നിരുന്ന ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയാൽ ഇവിടെ കിടന്നുകൊണ്ട് ഇടയ്ക്കൂടെ കിടന്ന് കോല വെച്ച് ഒരു കാര്യമായിട്ട് നടക്കത്തുമില്ല, ഒന്നുമില്ല. അതെ. ഇപ്പഴെന്ന് പറഞ്ഞാൽ രാജേഷ് എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റി സാബും സെക്രട്ടറി ഇയാളും അല്ലേ. അപ്പൊ അങ്ങ് എല്ലാം പുള്ളിയുടെ കീഴിൽ കൂടെ പോകുന്ന രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. അച്ഛനെയും കയ്യിലെടുത്തിരിക്കുക. അച്ഛന് ചെറുപ്പക്കാരനല്ലേ, അപ്പൊ ഒത്തിരിയൂടെ ഇവർക്കൊക്കെ ഇഷ്ടമാ. നളി പറയുന്നു. അറിയത്തില്ല. അതെ, നളി പറയുന്നു നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവര് അച്ഛനായതല്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ. ശരിയല്ലാത്ത ഇഷ്ടം കാണിച്ചാ പിന്നെ നിൽക്കോ? അതെ. പിന്നെ എല്ലാത്തിനും അങ്ങേര് എല്ലാ കാര്യത്തിനും നിൽക്കുന്നു. മോനിച്ച എവിടോട്ട് പോണെങ്കിലും വരണമെങ്കിലും എല്ലാം അങ്ങ് നടന്നോളൂ. എന്നോട് മാത്രം മിണ്ടത്തില്ല. ബാക്കി ആരെന്തോ ചോദിച്ചാലും മറുപടി പറയുമെന്ന് എന്നോട് പറയാം കേട്ടോ. ഞാൻ പിന്നെ ആരും ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ജോസച്ചനെ ഞാൻ കണ്ടില്ലല്ലോ. ജോസച്ചൻ അങ്ങ് സൈഡിൽ നിൽക്കും. ആരണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് നിൽപ്പം. ഞാൻ താഴെ നിന്ന് കയറി വരുമ്പം കണ്ട അച്ഛൻ അവിടെ നിൽക്കുന്നേ. പാവത്തിനോട് ഞാൻ മിണ്ടി പോലും ഇല്ല, കണ്ടതും ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ ചേട്ടത്തിയുടെ അവിടം വരെ പോയായിരുന്നു കേട്ടോ. അവളെന്നെ ഞാനൊന്ന് വിളിച്ച രാവിലെ. അപ്പൊ എന്നെ, മക്കളെ നീ എൻ്റെ നമ്പർ മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ല. നിനക്ക് എന്നെ കാണണ്ടേ, എനിക്ക് സുഖമില്ല. ഞാൻ ചെന്തുവാ അതെപ്പോഴും പറയുന്നത്, നെഞ്ചിനകത്ത് വേദനയായി. അപ്പോൾ അതെനിക്കും ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് പറയുക, എനിക്ക് നിന്നെ ഒന്ന് കാണണം, വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്നോട് വാ മക്കളെ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ ജോസഫിനെ കാണുന്നുണ്ടോ, എവിടെ ഉണ്ട്? ജോസഫൻ വീട്ടിൽ അവിടെ ഉണ്ട്. അന്ന് ഇവിടെ വന്ന് പാവം മുറ്റത്ത് അനങ്ങാതെ നിൽക്കുന്നു. ഞാൻ വന്നപ്പോൾ ഉണ്ട് അച്ഛൻ അവിടെ അനങ്ങാതെ നിൽക്കുന്നു. തിരിച്ച് പോകാനുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അച്ഛാന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ കയറി വന്നെന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്റെ ചേട്ടത്തി എന്നോട് പറഞ്ഞു. അന്ന് അവിടെ ചെന്നില്ലയോ, അന്നത്തെ കാര്യം പറയുമായിരുന്നു. പാവ മക്കളെ, പാവ അച്ഛനാ. എനിക്കല്ലേ അറിയത്തുള്ളൂ പാവ ഭയങ്കരനാന്ന്. അവളോട് പറഞ്ഞില്ല. ആളൊക്കെ പാവ, അതൊക്കെ സത്യമാ. ക്ഷീണിച്ചിരിക്കുന്ന നന്നായി. ഞാൻ ശ്രദ്ധിച്ചില്ല, പള്ളിയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കല്യാണത്തിന്. എന്നോട് ചോദിച്ചു അച്ഛൻ ക്ഷീണിച്ചിരിക്കുന്നു നന്നായി. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ദൂരത്തിൽ കണ്ടതേ ഉള്ളൂ, ഒന്നും മിണ്ടിയൊന്നും. പാവമല്ലേ മക്കളെ, ഒന്നും എന്തെങ്കിലും സംസാരിച്ചിട്ട് പോയിക്കണേ. ഞാൻ അവിടെ ആരണ്ടല്ല നിൽപ്പുണ്ട്, ഞാൻ എന്തോ സംസാരിക്കാനെന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും നിൽക്കുമായിരുന്നു. അല്ല പിന്നെ ഇവിടെ വെച്ചായിരുന്നെങ്കിൽ ഒന്ന് വർത്താനം പറയായിരുന്നു. മോഹൻ സാറിന്റെ അയാളുടെ ആശുപത്രിയുടെ അവിടെ. അന്നേരം ഒത്തിരി നേരം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ എളുപ്പം പൊക്കോളാൻ പറഞ്ഞ. അച്ഛൻ പാവാന്ന്, ഭയങ്കര പാവാ. പാവല്ലയോ മക്കളെ, ഇങ്ങനെ പറയാ കേട്ടോ. എന്തോ പാവ അച്ഛൻ, അച്ഛന്മാരെല്ലാം പാവാന്ന് പറഞ്ഞു. അച്ഛൻ പാവ, ജോസച്ചൻ പാവാന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. വയ്യാഴിയോ മാറിയപ്പോ എന്നെ? മാറി തന്നെ ആണോ? ഉറങ്ങാൻ പോകുന്നു. 4 മണിക്ക് അടക്കമുണ്ട്. അജിയച്ചന്റെ വല്യമ്മ മരിച്ചത്. ഓ അത് ശരി. അങ്ങനെ പോണം. അജിയച്ചൻ മിണ്ടുവോ? പിന്നെ
എന്താ ഈ പള്ളിയിൽ ഇപ്പൊ വരുത്തേയില്ലല്ലോ ഒരു കാര്യത്തിന്? അവിടെ മതിയല്ല, ഇനി അവിടെ കേർത്തൊന്നുമില്ല. നേരത്തെ അതല്ല, ഇവിടെ ഇല്ലേ കൺവെൻഷന്റെ പ്രശ്നം വന്നപ്പോഴേ തിരുവേദിയെ വിളിപ്പിച്ചില്ലായിരുന്നു അവിടെ പള്ളിയില്. അങ്ങനെ വന്ന അത് അതിന്റെ മുടക്കത്തില്ല. അറിയത്തില്ല, ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഒരു ദിവസം കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പേരുദോഷങ്ങൾ എനിക്ക് കിട്ടി, അതായതാന്നും പറയാം എന്നോടും റോസമ്മയോടും പറയുകയൊക്കെ ചെയ്തു. പിന്നെ അച്ഛൻ അവിടെ ഇപ്പൊ ഇവിടെ കേറിയിട്ടേ ഇല്ല അതിനുശേഷം, ഒരുപാട് നാളായി. പിന്നെ വേറെ എന്തോ പിന്നെ ഒന്നുമില്ല. ശരി, ഓക്കെ. ഹലോ, പറഞ്ഞോനെ. ഇല്ല, ഉച്ചയ്ക്ക് എന്താ വിളിച്ചു? എന്തെടുക്കുവാ? കിടക്കാൻ വന്നതേ ഉള്ളൂ. എന്തോ ചോദിക്കാൻ വന്നു? ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് കോള് വരുന്ന പറയാൻ വെച്ച് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. പിന്നെ അയ്യോ അതല്ല, അഡ്മിഷൻ കാരായി ഈ ബി.എഡിന്റെ അഡ്മിഷൻ ചുമതല എനിക്കാണ്. അപ്പം ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, എന്താ പറയാനാ? ആരെങ്കിലും കിട്ടിയോ അഡ്മിഷന്? എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. കമ്മീഷൻ വല്ലതും ഉള്ളതാണോ? കമ്മീഷൻ ഒന്നുമില്ലേ? ആശ്രമം പറയുന്ന കാശ് വാങ്ങിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. ശരി. പിന്നെ കിടക്കാറായില്ലേ? കിടക്കാൻ പോവാ. മറ്റേ അച്ഛൻ വന്നോ? മറ്റേ അച്ഛൻ വന്നോ? വന്നു. പിന്നെ വേറെ എന്താ? വേണ്ടതല്ല ഇപ്പൊ, വേണ്ട. അതുണ്ടല്ലോ അങ്ങ്. എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. രാത്രി ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചേക്കുവാ. ഇനി വിളിക്കണ്ട ഇനി. ഇനി വിളിച്ച ഫോൺ ഞാൻ എടുക്കത്തില്ല. ഇരിക്കട്ടെ. പിന്നെ എന്തിനാ വിളിച്ചേ? ചിന്തിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ രാവിലെ എടുക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ അടുക്കളയിലായിരുന്നു കേട്ടോ. ഞാൻ ഇത് കണ്ടു, എന്നിട്ട് ഇപ്പൊ വിളിച്ച. ഞങ്ങളുടെ ഇവിടുത്തെ മഴ കേക്കാവോ? മഴയുണ്ടോ അവിടെ? ഞാൻ പറയുമ്പോ ചുമ്മാതാന്നല്ലേ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങ് മുറി വരട്ടെ, ഞാൻ വെളിയിൽ നിൽക്കുക, കേൾക്കുന്നില്ല. പിന്നെ വേറെ എന്തോ? ചായ കുടിച്ചോ? ചായ കുടിച്ചു. എന്തോ എടുക്കുവാ? ചായ കുടിച്ചു. അങ്ങനെയല്ല, എന്തോ എടുക്കുവാ ഇപ്പൊ? ഇപ്പം വെറുതെ ഇരിക്കുക, പത്രം വായിക്കുവായിരുന്നു. ആണോ? വയ്യാഴിയൊക്കെ മാറിയോ? കുഴപ്പമില്ല. എനിക്ക് ഇന്നും അങ്ങ് ഭയങ്കര ക്ഷീണം എഴുന്നേറ്റിട്ട്. ഒത്തിരി ദിവസമായി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. BP ഒക്കെ കാണുമായിരിക്കും. അതിനെല്ലാം ക്രമീകരിച്ച് മതി. ഭയങ്കര വിശപ്പുമാണെന്ന്. രാവിലെ ഭയങ്കര വിശപ്പ്. പിന്നെ വേറെ എന്തോ? പിന്നെ ഒന്നുമില്ല മോനെ, സുഖമായിരിക്കുന്നു. നാളെ ഇതിലെ വരുമല്ലോ അല്ലയോ? വൈകിട്ടങ്ങ് വരാം. ഇന്നോ? വൈകിട്ട് തേങ്ങായി എടുത്തോണ്ട് പോകാനോ? അല്ല, വൈകിട്ട് വീട്ടിൽ അവിടെ വന്നിട്ട് രാവിലെ അവിടെ നിന്ന് പോവാം. അയ്യോ, ഞാന് നാളെ ഒരു അപ്പം ഒക്കെ പിഴുങ്ങി തന്നുവിടെ. ഒരു അപ്പം പിഴുങ്ങി തന്നുവിടെ. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഇതിലേ വന്നാ മതി, തേങ്ങായി എടുത്തോണ്ടേ. കേട്ടോ? ശരി മുത്താ, പത്രം വായിച്ചു. ഞാൻ വിളിച്ചത് കണ്ടോണ്ട് വിളിച്ചാ തിരിച്ച്. ശരി. ഗുഡ് മോർണിംഗ് മുത്തേ. എങ്ങനുണ്ട് മോനെ? കുഴപ്പമൊന്നുമില്ല. എന്തോ? ഇച്ചിരൂടെ കഴിയുമ്പോൾ വരും. കേൾക്കുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട്
രാവിലെ ഭക്ഷണം കഴിച്ചിട്ടേ ആ ഒരു ഡോളയും കൂടെ കഴിക്കണേ. ആ ശരി. ആ ഇന്നലെ എനിക്ക് കുഴപ്പമില്ല, ഇച്ചിരി ക്ഷീണമുണ്ട് കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വരത്തുള്ളൂ, ക്ഷീണം ആ വരും. ശരി. പിന്നെ ഇന്ന് ഉറങ്ങിയോ മോനെ? ഉറങ്ങിയ, ഞാൻ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഡോള കഴിച്ചോ? ആ കഴിച്ചു. എത്രണ്ണം കഴിച്ചു? ടാബ്ലറ്റോ? ആ 2 തന്നു. ഒന്ന് അന്നേരം തന്നെ കഴിക്കണമെന്ന്, ഒന്നിപ്പോൾ ആഹാരം കഴിച്ചിട്ട് കഴിച്ചു. നാളെ രാവിലെയും കഴിക്കണം കേട്ടോ. ആ ആ രാത്രിയില് പിന്നെ പനി തണുപ്പ് കൂടുവാന്നുണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചോണേ. ആ ശരി. എഴുന്നേൽക്കുമ്പോ 6 മണിക്കൂർ ഇടവിട്ട് ഓരോന്ന് കഴിക്കണം. ക്ഷീണം കാണാം. ആദ്യത്തെ രണ്ടാമത്തെയാണോ? ആദ്യത്തെ. ആ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് അതിന് വിളിച്ചില്ല. അപ്പൊ ഇവിടെ ഇലക്ഷന് നിന്ന ജിജി രാജ എന്ന് പറഞ്ഞ ഇവിടെ നോട്ടീസ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവള് മുഖേന ഇന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കോട്ടയെ കിട്ടിയതാ. ആ അങ്ങനെ എനിക്കും പൈസ കൊടുത്തോ? ഇല്ല. മേളത്തെ സാബുവിനും എനിക്കും. അപ്പൊ അയാളെ ഞാനും കൂടെ ആ വണ്ടിയെ പോയിട്ട് വന്നേ. അവിടെ 2:15 ചെന്ന 4 മണിയൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തപ്പോ. ഒത്തിരി പേരുണ്ടായിരുന്നു. നാളെ ശരീരം വേദന കാണുന്ന ആളെ. ആന്നോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇത്രയും നേരം. കുഴപ്പമില്ല. ചാക്കര കിടന്നോ? ആന്നോ? ഓക്കെ. ചക്കര പിന്നെ ചക്കര അമ്മ. ഹലോ. എഴുന്നേറ്റോ മോളെ? ആ എഴുന്നേറ്റ് മക്കളെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എഴുന്നേറ്റോ? വല്ലായ്മ മാറിയോ? എനിക്ക് ഇന്നലെ ആശ്വാസമുണ്ട്. ഇന്നലെ കുറവുണ്ട്, സത്യമാ. ശരിക്കും നോക്ക്, ഉള്ള കാര്യമാ. ഞാൻ പറഞ്ഞില്ല എന്റെ മുത്തനെ കാണാത്തോണ്ടാന്ന്. അതെ. കണ്ടല്ലോ, ഇന്നലെ എനിക്ക് കുറവുണ്ട്. മാറിക്കോളാം. പ്രാർത്ഥിച്ചോ? പിന്നെ മുത്തിന്റെ വയ്യാഴിക മാറിയോ? പെണ്ണിന്റെ കുഴപ്പമില്ല, മാറി. അതായിരിക്കും ക്ഷീണം കേട്ടോ. 2-3 ദിവസം വയ്യാന്ന് പറഞ്ഞില്ല, അതിന്റെ ക്ഷീണമായിരിക്കാം. എന്താ തെറുതി വെച്ച് പോന്നെ? എന്താ തെറുതി വെക്കുന്നേ? ഞാന് വല്ലൊരു ചായ ഉണ്ട് കുടിക്കണം. ശരി. ഓക്കെ. ഹലോ മുത്ത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ? ഞാനിവിടെ ഉണ്ട്. ഒരു മരുന്നുണ്ട് ഇവിടെ അടുത്ത്. ആണോ? അതായത് ഈ പിള്ളേര് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അറിഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഇവിടെ ഒരു ചെറുക്കനുണ്ട്, ദേഷ്യപ്പെട്ടാ പിന്നെ ചോറ് ഉണ്ണത്തില്ല. ഈ ഇരിക്കുന്നത് ഞാനൊന്നും പറയാൻ പോകത്തില്ല. അവൾ എന്തേലും പറഞ്ഞാൽ പിന്നെ അവനെ മുറി കതവ് അടച്ച് കയറി ഒറ്റ കിടപ്പാ ഇവിടുത്തെ ചെറുക്കൻ. അങ്ങനെ ഞാനൊന്നും മിണ്ടാനേ പോകത്തില്ല. കൂടെ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലും ആരെങ്കിലും അല്ല, ഭാവിന്നല്ല മുത്തേ, ഈ പിള്ളേരെ ആ രീതിയിൽ അവള് വളർത്തുന്നത്. എനിക്ക് അത് ഇഷ്ടമേ അല്ല. ഞാനും 2 പിള്ളേരെ വളർത്തി. ഇളയ മോൻ ഇപ്പോഴാ ഇച്ചിരി മദ്യപാനമൊക്കെ ആയത്, അല്ലാതെ അവനൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചിട്ട് വന്ന പിള്ളേരാ വെളിനാട്ടില്. ഇവിടെ വന്ന കുറെ തരികട കൂട്ടുകാരെ കിട്ടിയത്. മൂത്തവനാണെങ്കിൽ മദ്യത്തിന്റെ ഒരു മണം പോലും നോക്കുന്നവനല്ല. ഇളയവൻ അതുകൊണ്ടൊക്കെയുള്ള കൂട്ടുകാരുമായിട്ടായിരുന്നു. പറയാതിരിക്കാൻ ഒക്കത്തില്ല. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു. പിന്നെ ശരി, പിന്നെ പോയിട്ട് വന്നിട്ട് ഉച്ചകഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കാം കേട്ടോ. ചാക്കര. ശരി. ഹലോ. എന്താ പൊന്നെ, കൊണ്ടായിപ്പം കാണിക്കണോ? ഉറങ്ങാൻ പോയോ? ഉറങ്ങിയോ? പിന്നെ കഴിച്ചോ? അച്ഛൻ വന്നോ? പൊന്നെ കിടന്നോ? ഇന്നത്തെ നേരത്തെ കിടക്കുവാന്നോ?
നാളെ കുർബാന ഉണ്ടല്ലോ. ഓ വെള്ളിയാഴ്ച. പിന്നെ വേറെ എന്താ? വേറെ എന്തോ ഉണ്ടോ മറ്റേ? ഒന്നുമില്ല മോനെ. ഉറങ്ങാൻ കിടന്നോ? കിടക്കുമ്പോ മറ്റേ അച്ഛനും കിടന്നോ? കിടന്നു. ആ പിന്നെ വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷമായിരുന്നു. ചക്കരമ്മ ഗുഡ് നൈറ്റ്. എവിടെ മറ്റേ? ഞാൻ ഏനാത്ത് വരെ വന്നു. ആണോ? ഇന്ന് രാവിലെ പോയോ? രാവിലെ പോയോ? ഇതൊന്ന് ഊത്തരെ. ഓക്കെ മതി. ഭാര്യ മാതാവിനെ സ്വർഗത്തിലേക്ക് അയക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക. ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്, കയ്യിലിരുപ്പിന് ഒരു കുറവില്ല. ഇന്നലെ പാവം പോലെ ഇരിക്കുക പമ്മി. ഇന്നലെ പമ്മി പാവം പോലെ ഇരിക്കുക. ഇന്നലെ അയ്യോ പാവിയായിട്ടിരിക്കുവായിരുന്നു. എന്റെ പല്ലുവേദന മാറിയോ? മാറിയോ? ഞാനാ തന്നത്. വീണ്ടൊന്നും ഗുളികയും തന്നില്ല, അതുകൊണ്ട് മാറും. ഉറക്കം വരുന്നു. പോയി അവിടെ കിടന്ന് ഉറങ്ങ. പിന്നെ അങ്ങ് ചെന്നോ? ആന്നോ? ഒത്തിരി താമസിച്ചല്ലോ. ശരി ശരി. ശരി. അയ്യോ ഭയങ്കര വില മീൻ. 350 രൂപ അയിലേക്ക്, മനസ്സിലായോ? ഈ ഇടയ്ക്ക് ഇവിടെ വരുന്ന ചെറുക്കനെ കൊണ്ട് ഞങ്ങൾ മേടിപ്പിച്ച 380 രൂപ അയില. ഭയങ്കര വിലയാ. കോഴിയിറച്ചിക്ക് 250 രൂപ. ഭയങ്കര വിലയാ. ഇപ്പൊ ചെന്നതേ ഉള്ളോ? കുജിനിക്കാരനുണ്ടോ? പൈസ കവറിൽ നിന്ന് എടുത്തായിരുന്നോ? അത് പൊന്നിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ഫോൺ മേടിച്ചോ? ഞാൻ പൈസ തന്നോളാം കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചോ കേട്ടോ. മുത്തിന്റെ ബർത്ത്ഡേ ഒക്ടോബറിലല്ലേ, അതിനൊരെണ്ണം മേടിച്ചോ, ഞാൻ പൈസ തന്നോളാം കേട്ടോ. ശരി പൊന്നെ. പല്ലുവേന എങ്ങനുണ്ട്? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ പല്ലുവേന ഒന്ന്. രാവിലെ. ഓ അത് ശരി. പല്ലുവേദനയല്ല, പല്ല് ഇതുണ്ടല്ലോ, ഈ വെള്ളം ഇറങ്ങി അതാ, വേറെ ഒന്നുമല്ല. ഡോള നല്ലതാ, കഴിച്ച അങ്ങ് വേദന എല്ലാം മാറിക്കോളൂ. മറ്റേത് നല്ല ഗുളിക കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ. പിന്നെ ക്ഷീണിച്ചിരിക്കുക. ആകാരം ശരിയാവുന്നില്ല, ക്ഷീണിച്ചിരിക്കുക. കൈയൊക്കെ ഒരുമാതിരി, ആ ഡ്രസ്സ് ഇടുന്നതിന്റെ ഇതേ ഉള്ളൂ. അത് ശരി. ഇയാൾക്ക് വെക്കാൻ അറിയാമല്ലോ. വെക്കാനൊക്കെ അറിയാം. മറ്റേ ആളാണെ കറക്റ്റ് ആയിരുന്നു അല്ലയോ? മറ്റേ ആള് പിന്നെ നമ്മുടെ ആ ഇഷ്ടം അറിഞ്ഞ് അങ്ങ് ചെയ്തോളും. അത് ശരി. ഇത് നമ്മളെ പുറകെ നിക്കണം. അത് ശരി. എന്നാ പിന്നെ നമ്മളങ്ങ് ചെയ്യുന്നില്ലേ നല്ലേ? ക്ഷീണിച്ചിരിക്കുക. അവല് ഇന്നലെ എന്നോട് പറഞ്ഞ ക്ഷീണിച്ചിരിക്കുക. മറ്റേത് നല്ല കുടുക്ക വയറും ഇങ്ങനെ വരുമായിരുന്നു എന്നോട് പറയും. അല്ലല്ല, ഞാൻ വാങ്ങിച്ചതാ. ഞാൻ പ്രത്യേകം പറഞ്ഞു മേടിച്ച. പത്തനാപുരത്ത് ഒരിടത്ത് ഇത് വറക്കുന്നേ, അവിടുന്ന് വാങ്ങിപ്പിച്ചതാ. ഇവിടെ ഇവര് കണ്ടില്ല കേട്ടോ. ഇവരാരും കണ്ടില്ല. ഇല്ല, എന്നോട് ചോദിച്ചില്ല. ഞാനേ ഇന്നലെ ബേക്കറിക്കാരനോട് മേളിൽ ചെന്നിട്ട് മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ട് വന്നു. അപ്പൊ അമ്മമ്മയ്ക്ക് എന്നത്തേക്കാന്നോ? ആർക്കാ? ഞാൻ പറഞ്ഞു അതാർക്കോ ആവട്ടെ, ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി. അപ്പൊ അവിടെ ബേക്കറി സാധനം കൊണ്ടുവരുന്നില്ല. ഞാൻ 1 കിലോയുടെ ചിപ്സ് വേണമെന്ന് പറഞ്ഞു, വെളിച്ചെണ്ണ വറുത്തത് വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു, എത്ര രൂപയായല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ വിളിച്ചു, ഷിബു സാധനം കിട്ടിയോ? എനിക്ക് ശനിയാഴ്ച രാവിലത്തേക്ക് വേണേ എന്ന് പറഞ്ഞപ്പോൾ എത്തിക്കാം അമ്മാമെന്ന്. അങ്ങനെ ഏതായാലും അവൻ വിളിച്ചപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു അതവിടെ പൊതിഞ്ഞ് വെച്ചേക്കാം. ഇന്നലെ ഞാൻ തന്നെ വെള്ളിമല കയറിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ പറഞ്ഞു വിടാൻ കൊടുത്തു വിട്ടേക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്നോളാന്ന്. പോയില്ല, എന്തോ തോന്നാനാ. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു, അത്ര തന്നെ. ഞാൻ അവരെന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് ഞാൻ നോക്കാൻ പോകത്തില്ലല്ലോ. പിന്നെ വേറെ എന്താ? പിന്നെ അതിലെന്തൊക്കെ ഉണ്ടെന്ന് അഴിച്ചു നോക്കിയോ? നോക്കുവായിരുന്നു.
ആണോ? ഉം. ആ മാരി ബിസ്ക്കറ്റ് നല്ല കൂടുതൽ മധുരമൊന്നുമില്ല, ചായക്കകത്തെ മുക്കി തിന്നാൻ നല്ലതാ. ഉം. നല്ല ആ അത് നല്ലതാ, മധുരവും ഇല്ല ഒന്നുമില്ല കേട്ടോ, അത് ഷുഗർ ഒന്നും ഉണ്ടാക്കത്തുമില്ല. നല്ല ബിസ്ക്കറ്റാ. അപ്പം പിന്നെ വിളിക്കാം. ശരി ശരി, ഓക്കെ. ഓക്കെ. ശരി. ആ ശരി. ഇവന്റെയൊക്കെ മുന്നിൽ പോയി നിന്നാണ് മുണ്ണക്കുഞ്ഞാടുകളെ നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. ഇവനെയൊക്കെയാണ് നിങ്ങൾ അച്ഛ എന്ന് വിളിക്കുന്നത്. നിന്നെയൊക്കെ മുണ്ണകൾ എന്നല്ലാതെ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടുന്നത് അത് തന്നെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.